തുടരും സിനിമയുടെ തമിഴ് വെർഷൻ്റെ 2 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 2 ദിവസം കൊണ്ട് തുടരും സിനിമയുടെ തമിഴ് വെർഷന് 60 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ലിമിറ്റഡ് റിലീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ് തമിഴ് വെർഷന് ലഭിച്ചിരിക്കുന്നത്. തുടരും സിനിമയുടെ 15 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് കളക്ഷൻ $6.51 മില്യൺ ആണ്, അതായത് 54 കോടി രൂപ. തുടരും സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 195 കോടിക്ക് മുകളിലുണ്ടാകുമെന്നാണ് മൂവി ട്രാക്കേഴ്സ് ഒക്കെ പറയുന്നത്. അങ്ങനെ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നോ നാളെയായിട്ട് 200 കോടിയിലേക്ക് എത്തും. അങ്ങനെ എമ്പുരാന് ശേഷം ലാലേട്ടൻ്റെ രണ്ടാമത്തെ 200 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന സിനിമയായിട്ട് തുടരും മാറാൻ പോവുകയാണ്. തുടരും സിനിമയുടെ കേരള കളക്ഷൻ 90 കോടിയോളമായിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലും സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടും. തരൺമൂർത്തി ലാലേട്ടൻ കോംബോയിൽ ഇനിയൊരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടരും സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ തരൺമൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രജപുത്ര ലാലേട്ടൻ തരൺമൂർത്തി കോംബോയിൽ ഇനിയൊരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ മിനിമം തുടരും ലെവലുള്ള ഒരു ശക്തമായ തിരക്കഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുകയുള്ളൂന്ന് തരൺമൂർത്തി ലേറ്റസ്റ്റായി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തുടരും പോലുള്ള ഒരു ഗംഭീര സിനിമ തരൺമൂർത്തി ലാലേട്ടൻ കോംബോയിൽ ഇനിയും വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടരും സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.